യോ വാട്സ്ആപ്പ് ഗായ്സ് വീണ്ടും അതിമനോഹരമായ പുതിയ വീഡിയോ ഗായ്സ് നിങ്ങൾക്ക് ഗായ്സ് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഗായ്സ് കടക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ സജഷൻ നമ്മുടെ ഇന്നത്തെ മൂവി സജഷൻ ഈസ് നൺ അതർ ദാൻ 2003 ഇറ്റാലിയൻ ജോബ്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോ മൂവി സജഷനൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി സജഷൻ കാറ്റഗറിയിൽ നിങ്ങൾ ഒരുപാട് എന്താ പറയുക സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സപ്പോർട്ടുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റു വീഡിയോസിൻ്റെ കാര്യങ്ങൾ ലൈക്കും കമൻറ്റുള്ള സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇതിന് മാത്രമേ നിങ്ങൾ നല്ലപോലെ എന്താ സപ്പോർട്ട് തരണമെന്ന് ഞാൻ നിങ്ങളത് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇറ്റാലിയൻ ജോബിലേക്ക് കിടക്കാം. ഗൈസ് ഇറ്റാലിയൻ ജോബിൻ്റെ എന്ന് പറഞ്ഞാൽ 2003 ഒരു ഹൈസ്റ്റ് പടമാണ്. ഹൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൈസ്റ്റ് ആക്ഷൻ പടമാണ്. ഹൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളയടിക്കുന്നു. ഓക്കെ, ബാങ്ക് കൊള്ളയടിക്കുന്നു, പണം കൊള്ളയടിക്കുന്നു, സ്വർണ്ണം കൊള്ളയടിക്കുന്നു, ഏത് ടൈപ്പ് പടം എന്താ ഹൈസ്റ്റ് വരാം. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് എന്താ പറയുക നിങ്ങൾ നേരെ പോയി എന്താ പറയുക നിങ്ങൾ കണ്ടോളാം, ഒട്ടും തന്നെ താമസിക്കരുത്. അപ്പോൾ ഈ ഇറ്റാലിയൻ ജോബ് സ്റ്റോറി പറയുന്നതിന് മുമ്പായിട്ട് എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജിയോ ഹോട്ട്സ്റ്റാർ, ZEE5, ആമസോൺ പ്രൈം, അതുപോലെ യൂട്യൂബ്, ആപ്പിൾ TV എല്ലാത്തിലും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു ഒന്നൊന്നര ക്ലാസിക് പടമാണ്. ഓക്കെ, ഇറ്റാലിയൻ ജോബ് എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞൊരു വൺ ക്ലാസിക് എന്താ പറയുക സിനിമയാണ്. അപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ ഇതിനു മുമ്പ് മറ്റേ ജെയിംസ് ബോണ്ടിൻ്റെ പടം പറഞ്ഞു തന്നില്ലേ, ഗോൾഫിംഗറിൻ്റെ ഇത് സെയിം എന്താ പറയുക ജിയോയിലും ബാക്കിയുള്ള എല്ലാ ആമസോൺ പ്രൈം ആയിക്കോട്ടെ എല്ലാത്തിലും എന്താ പറയുക നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ പടം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കാര്യം പോലെ തന്നെ, കാരണം അതൊരു ക്ലാസിക് പടമാണ്, എല്ലായിടത്തും അവൈലബിലിറ്റി ഉണ്ട്. ഇത് ഈ ഇറ്റാലിയൻ ജോബ് അതുപോലെ തന്നെയാണ്, ഒരു ക്ലാസിക് പടമാണ്, അതുപോലെ എല്ലായിടത്തും അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ എക്കാലത്തെ നമ്മുടെ കണ്ണിലുണ്ണിയായ മാർക്ക് വാൽബർഗാണ്. ഓക്കെ, നമ്മുടെ നമ്മുടെ മമ്മൂട്ടിയുടെ ബിഗ് ബി എന്ന് പറഞ്ഞൊരു സിനിമ എന്ന് പറയും, അത് മാർക്ക് വാൽബർഗിൻ്റെ 4 ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഇൻസ്പിറേഷനാണ് ആ ബിഗ് ബി. അപ്പോൾ മാർക്ക് വാൽബർഗ് അഭിനയിച്ച ആ ഒരു സിനിമയാണ്. അപ്പോൾ മാർക്ക് വാൽബർഗ് പിന്നെ ട്രാൻസ്ഫോമേഴ്സിലുണ്ട്, പിന്നെ നമ്മുടെ ഈ അൺചാർട്ടഡ് അതിലുണ്ട്. അപ്പോൾ ഓവറാൾ നോക്കുമ്പോഴത്തേക്കും മാർക്ക് വാൽബർഗിൻ്റെ പടമാണോ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണും കൂട്ടി കണ്ടോ, ധൈര്യം. പിന്നെ എന്ത് വേണം, നമ്മുടെ ജെയ്സൺ സ്റ്റാത്തം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മുടെ സ്റ്റാത്തം ആണ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ജെയ്സൺ സ്റ്റാത്തത്തിൻ്റെ മറ്റേ ആ കോർ മാർഷൽ ആർട്സും കാര്യങ്ങളില്ല. ഇതെന്നൊരു ഹൈസ്റ്റ് പടമാണല്ലോ. അപ്പോൾ ആ ഒരു വൈബിലുള്ളൊരു സിനിമയായിട്ടാണ് നിങ്ങളിത് കാണുക. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓവറാളൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ ബോക്സ് ഓഫീസ് അന്ന് 2003 ഇറങ്ങിയത്. അത് 176 മില്യൺ എന്താ പറയുക അടിച്ചിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ എന്താ പറയുക കളക്ഷൻ പോയേണ്ടിയിരുന്നു. അറ്റ്ലീസ്റ്റ് 300 പോയേണ്ടിയിരുന്നു. പക്ഷേ 176 പറയും ഒതുങ്ങിപ്പോയി. പക്ഷേ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസിക്നെസ് ഒരിക്കലും എന്താ പറയുക മാറാൻ പോകുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ സ്റ്റോറി പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഇറ്റാലിയൻ ജോബ് എന്ന് പറയുമ്പോഴേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു സിനിമയുടെ എന്താ പറയുക അഡാപ്റ്റേഷൻ എന്ന് നമുക്ക് പറയാം, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം, കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഇറ്റാലിയൻ ജോബ് എന്ന് പറഞ്ഞാൽ ഒരു UK പണ്ടിറങ്ങിയൊരു സിനിമയാണ്. ഇറ്റാലിയൻ ജോബ് 1969 പറയാം. അന്ന് ഇറ്റാലിയൻ ജോബ് ആ ഒരു സിനിമ ഇറങ്ങി. 1969 ഇറങ്ങിയ പടം. നടൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മൈക്കിൾ കെയ്നാണ്. മൈക്കിൾ കെയ്ൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ സ്ഥിരമായിട്ട് എന്താ പറയുക വരുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ്റെ ഡാർക്ക് നൈറ്റ് സിനിമയിൽ എന്താ പറയുക മൈക്കിൾ കെയ്ൻ ബാറ്റ്മാൻ്റെ ബട്ട്ലറായിട്ട് ആൽഫ്രഡായിട്ട് വന്നൊരു വ്യക്തിയും കൂടെയാണ്. പക്ഷേ മൈക്കിൾ കെയ്ൻ ഈ സിനിമ മാത്രമല്ല, ഇതിനേക്കാളും നല്ല കിഡ്ലൻ സിനിമ എന്ന് പറയാം മൈക്കിൾ കെയ്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പടം എന്ന് പറയും ഈ ഇറ്റാലിയൻ ജോബ്. 1969 ഇറങ്ങിയ ഇറ്റാലിയൻ ജോബ്. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് 2003 ഇതിൻ്റെ ഒരു റീമേക്കായിട്ട് എന്താ പറയുക ഇറങ്ങിയ പടം തന്നെയാണ് പറയുന്നത് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓവറാൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താ പറയുക ഒട്ടും നിങ്ങളെന്താ പറയുക താമസിപ്പിക്കില്ല, നമുക്ക് സിനിമയിലോട്ട് പോകാം. അപ്പോൾ സിനിമ സ്ഥിരം ഞാൻ പറയുന്നില്ല, കുറച്ച് സിനിമയുടെ ഓവറാൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ നിങ്ങൾ മര്യാദയ്ക്ക് പോയിരുന്ന് കണ്ടുകൊള്ളണം. ഓക്കെ, അപ്പോൾ ശരി, തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ വെനീസിൽ എന്താ പറയുക കുറച്ച് കൊള്ളയടിക്കുന്ന ഈ ഗ്യാങ്, അതേ മാർക്ക് വാൽബർഗും ജെയ്സൺ സ്റ്റാത്തം, അങ്ങനെ കുറച്ച് 2-3 ഗ്യാങ്ങുകളുണ്ട്. ഇവർ 4-5 അംഗ സംഘം കൂടെ ചേർന്ന് പറയും ഇറ്റലിയിലെ വെനീസിൽ ഒരു സേഫ് അടിച്ച് മാറ്റാനായിട്ട് പറയും. അതിൻ്റെ അത് ഫുള്ള് ഗോൾഡാണ്. സേഫ് അടിച്ച് മാറ്റാനായിട്ട് പറയും ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗോൾഡ് എന്ന് വെച്ചാൽ ഗോൾഡ് ബാറുകളാണ്. അപ്പോൾ ഇവർ ഈ ഗോൾഡ് അടിച്ച് മാറ്റുന്ന ഒരു രീതിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടറിലിട്ടിട്ട് എന്താ പറയുക അതിൻ്റെ ഇതിൻ്റെ ഈ സേഫ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക എന്തോ ലേസർ വെച്ച പരിപാടി എന്താ പറയുക അത് വെച്ച് എന്താ പറയുക ഫുൾ ഉമാർ എന്താ പറയുക കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ വിസ്തീർണം എത്രയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടു നോക്കണം. അതൊക്കെ കിടിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് വെച്ചിട്ട് എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ സേഫ് എന്താ പറയുക അടിച്ച് എന്താ പറയുക സേഫിൻ്റെ താഴെ ബോംബ് വെച്ച് അടിച്ച് പൊട്ടിച്ച് താഴെ കൊണ്ടങ്ങോട്ട് അത് വെള്ളത്തിൻ്റെ അകത്ത് കൊണ്ടിട്ട് അത് ഇമാരെ ഡീക്കോയ് ചെയ്യും. കാരണം വെച്ചാൽ ഒരു ബോട്ടിൽ വേറൊരു സേഫും കൊണ്ട് ഇമാരെ ഡീക്കോയ് ചെയ്തിട്ട്, പക്ഷേ സംഭവം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിൽ ഈ സേഫ് ഇറക്കണം. അങ്ങനെ ഗോൾഡ് അടിച്ച് മാറ്റുന്നു. ഇവന്മാർ അടിച്ച് മാറ്റിയ ശേഷം എന്താ പറയും ഇതിൻ്റെ കൂടെ
ഇവന്മാരുടെ കൂടെ ഒരു പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൾക്കായിട്ട് വന്നില്ലേ എഡ്വേർഡ് നോട്ടൺ, അത് ഹൾക്കായിട്ട് വന്ന എഡ്വേർഡ് നോട്ടൺ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കിടിലം ഒരു ഫേവറേറ്റ് സിനിമ ഉണ്ട് നമ്മുടെ ഈ എഡ്വേർഡ് നോട്ടനും, അതുപോലെ തന്നെ നമ്മുടെ ബ്രാഡ് പിറ്റുമായിട്ട് വന്ന വെച്ചാൽ ദ ഫൈറ്റ് ക്ലബ്ബ്, അതിനാണ് നടഞ്ഞുണ്ടല്ലോ. ബ്രാഡ് പിറ്റ് അല്ല, ഇവനാണ് ഈ എഡ്വേർഡ് നോട്ടനെ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവന്മാരെ പറ്റിയും കാര്യമായിട്ട് ഈ എഡ്വേർഡ് നോട്ടന് ഇവൻ വന്ന് എന്ത് ചെയ്യും, സംഭവം എന്ന് വെച്ചാൽ ഈ 4-5 സംഘം എന്ന് പറയും ഒരു 35 മില്യൺ വർത്തുള്ള ഗോൾഡ് ബാർ ഒരു ബെനിസിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോണ വഴിക്ക് എന്ത് ചെയ്യും, ഇവന്മാരെല്ലാം ചതിക്കും. അപ്പോൾ ഇതിലൊരു അപ്പൂപ്പനുണ്ട്, ആ അപ്പൂപ്പൻ എന്ത് ചെയ്യും, കൊന്നുകളെ ഇവൻ. അങ്ങനെ ഇവൻ വിചാരിക്കും പിന്നെ ലാസ്റ്റ് എന്താ പറയുക ഐസ് വെള്ളത്തിൻ്റെ അകത്ത് വന്ന് വീഴും. ഇവൻ വിചാരിക്കും എല്ലാവരും മരിച്ചാണെന്ന്. പക്ഷേ അതിനുശേഷം എന്താ പറയും, ഇവർ മരിച്ചാണല്ലോ, ഇവരെന്താ പറയും തിരിച്ചു വരും, ഇവനെ തിരിച്ച് പൂട്ടണം എന്നുള്ള ലെവലിൽ തന്നെ പറയും തിരിച്ചു വരും. അപ്പോൾ ഈ അപ്പൂപ്പൻ മരിച്ചില്ല, അപ്പൂപ്പൻ്റെ മോളാണെങ്കിൽ ഇപ്പോൾ ഒരു മറ്റേ സേഫ് ഓപ്പൺ ചെയ്യുന്ന ടെക്നീഷ്യനാണ്. അപ്പോൾ പോലീസ് പല ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ പറയും ഇവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ മാർക്ക് വാൽബർഗ് വന്നിട്ട് പറയും നമ്മളെന്താ പറയുക, നിൻ്റെ അച്ഛൻ മരിച്ചതിൽ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെന്തായിരുന്നാലും നിന്നെ അച്ഛനെ കൊന്ന ആരാണോ അവനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വലിയ 1922 ഒരു വെച്ചൊരു മാൻഷനൊക്കെ എന്താ പറയുക ഓൺഷലൊക്കെ വാങ്ങിച്ച് അവിടെ ഭയങ്കര സെറ്റപ്പായിട്ട് എന്താ പറയുക കോടീശ്വരനായിട്ട് എന്താ പറയുക ഇവൻ കഴിയാണ്. അപ്പോൾ ഇവനങ്ങനെ വിട്ടാൻ പറ്റില്ല, നമ്മൾ ഇവൻ്റെ കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്, നീയും കൂടെ വരണം. കാരണം വെച്ചാൽ ആ ഗോൾഡ് തരണം, അവനെ അടിച്ചു മാറ്റി അവനെ മോന്ത ഇങ്ങനെ ഇരിക്കണം നമുക്ക് കാണണമെന്ന് പറയും. ലാസ്റ്റ് ഇവളും സമ്മതിക്കും, ആദ്യം ഇവൾ സമ്മതിക്കില്ല, പക്ഷേ ഇവക്ക് ഇവനാണല്ലോ കൊന്നതെന്നുള്ള രീതി എന്ന് പറയും. ലാസ്റ്റ് ഇവളെന്ന് പറയും സമ്മതിക്കും. അങ്ങനെ ഇവളെന്താ പറയും കുഴപ്പം. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഈ പ്ലാനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും. അതായത് ഇവൻ്റെ വീട്ടിൽ അകത്ത് കയറിയിട്ട് എന്താ പറയും ഇങ്ങനെയൊക്കെ മോഷ്ടിക്കണം കാര്യങ്ങളൊക്കെ എന്താ പറയും ഫുൾ എടുക്കും. എന്ന് വെച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയൊക്കെ. ആദ്യം ഇവർ പറയും വേറെ ഈ ഹോൾവേ കൂടെ എന്ന് പറയും, ഈ ഹോൾവേ എന്ന് പറഞ്ഞാൽ 6 അടി നീളമേ ഉള്ളൂ. അപ്പോൾ ഈ 6 അടി നീളത്തിൻ്റെ അകത്ത് എന്ന് പറയാം മിനി കൂപ്പർ മാത്രമേ കയറൂ. അങ്ങനെയാണ് ഈ സിനിമയിൽ മിനി കൂപ്പർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇപ്പോഴല്ല, മിനി കൂപ്പർ ഇതിന് മുമ്പും ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റത്തെ ഇറ്റാലിയൻ ജോബിലാണെന്ന് തോന്നുന്നു മിനി കൂപ്പർ ഇത്രയും ഹിറ്റായത്. അതിനുശേഷം ഇപ്പോഴത്തെ മിനി കൂപ്പർ ഇപ്പോൾ ഒരു 3 മിനി കൂപ്പർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും. അതൊക്കെ നല്ല ഓൾട്ടർ ചെയ്ത് ഹോഴ്സ് പവറൊക്കെ കൂട്ടി വിഷയമായിട്ടാണ് എന്താ പറയുക ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സീനുണ്ട് മിനി കൂപ്പറിന്, ഞാൻ പറഞ്ഞില്ല മിനി കൂപ്പറിന് ഡ്രിഫ്റ്റിങ് കാര്യങ്ങളും. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഗോൾഡ് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കാറ് ഉലാത്തൂലേ എന്നൊക്കെ പേടിച്ചിട്ടുണ്ട്. ഇവർ ഹോഴ്സ് പവർ കൂട്ടും, കാറിൻ്റെ വെയിറ്റ് കൂട്ടും, അങ്ങനെ പല കാര്യങ്ങളും. ഇങ്ങനെ ഡമ്പലൊക്കെ വെച്ചിട്ട് തന്നെ ജിമ്മിൽ പോകണ ഡമ്പലും വെയിറ്റൊക്കെ വെച്ച് കാറിൻ്റെ ബാലൻസ് ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇവർ ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ വീഡിയോ കൊണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഡ്രിഫ്റ്റിംഗ് സീൻസൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യത്തില്ലേ. നമ്മൾ ഈ ഒരു സെയിം സീൻ മറ്റു സിനിമയിലേക്ക് കണ്ടു, അതായത് ഫാസ്റ്റ് 5 ട്രാഫിക്കിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്യത്തില്ലേ. ഇത്ര സ്പീഡിൽ എന്താണ് മറ്റേ ട്രാഫിക്കിൻ്റെ ഈ CCTV എടുക്കാതിരിക്കാൻ, അങ്ങനെ പല കാര്യത്തില്ലേ ഈ സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് ഇൻസ്പയർഡ് ആയിരിക്കാം ഫാസ്റ്റ് 5. ഓക്കെ, എന്തിനു വേണ്ടി വേറെ കാര്യങ്ങളുണ്ട്. ഈ സിനിമയിലുള്ള പല സീൻസും പല മിഷൻസും നിങ്ങൾക്ക് GTA 5 ഭയങ്കര സമയം തോന്നും. എന്തിന്, ഒന്നാമത് ഇത് LAയിൽ വെച്ചാണ് നടക്കുന്നത്, ലോസ് ഏഞ്ചലസ്. GTA 5 എന്ന് പറഞ്ഞാൽ ലോസ് സാൻഡോസ് ആണ്. ലോസ് സാൻഡോസ് വിച്ച് മീൻസ് LA. അപ്പോൾ ലോസ് ഏഞ്ചലസ് വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പല റൂട്ടും ഇതിനകത്ത് പല മിഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ഇത് GTAയിൽ കളിച്ചിട്ടുള്ള അതേ മിഷനാണെന്ന് തോന്നുന്നല്ലേ. ഇത് 2003 ഇറങ്ങിയതാണ്, നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തുള്ള മിഷൻസ്, പ്രത്യേകിച്ച് ഈ കാർ ചേസ് ആയിക്കോട്ടെ, പല മിഷൻസും നിങ്ങൾക്ക് ഞാൻ ഉള്ള കാര്യം പറയാം, പല മിഷൻസ് ഇതിൻ്റെ അകത്ത് പറയാം GTA 5 സമയം തോന്നും. ചിലപ്പോൾ എന്താ പറയാം ചിലപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ GTA ഇൻസ്പയർ ആയി, ഓബിയസ്ലി എന്ന് പറയും ഇതിലുള്ള പല മിഷൻസും GTA ഇൻസ്പയർ ആയി കാണാം. ഓക്കെ, അതില്ലെന്ന് പറയാൻ പറ്റില്ല. GTA ബഞ്ച് ഓഫ് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയാം അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ കാര്യം. അപ്പോൾ ചിലപ്പോൾ ഇത് ഇൻസ്പയർ ആയി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ന് പറയും GTA 5 പല ഗെയിമിങ് സീക്വൻസൊക്കെ ഇത് സിനിമയായിട്ട് സാമ്യം തോന്നും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ലാസ്റ്റ് ഈ നമുക്ക് സിനിമയിലോട്ട് കഥയിലോട്ട് ബാക്കിലോട്ട് വരാം. അതിനുശേഷം ഈ കള്ളൻ എന്ത് ചെയ്യും, ഈ കള്ളൻ ഇവന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അപ്പോഴെന്ത് ചെയ്യും, ഇവന് പേടിയാവും. ഈ കള്ളനെ പേടിയാവും. കാരണം കള്ളൻ ഇവൻ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണിനെ, അതായത് ഈ കൊന്ന ഇവൻ മറ്റേ വെടിവെച്ചാൽ അപ്പൂപ്പനെ കൊല്ലില്ല, അവളുടെ അങ്ങേറെ മോള് ഇപ്പോൾ ഇവനെ പൂട്ടണമെന്ന് പറഞ്ഞ് മറ്റവന്മാരുടെ കൂടെ നടക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഡേറ്റിന് വേണ്ടി വിളിക്കും. കാരണം വെച്ചാൽ ഇവർ നേരത്തെ വീട്ടിനകത്ത് സ്നീക്കിങ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഇവളുടെ നെഞ്ചിലൊരു ക്യാമറ വയ്ക്കും. അങ്ങനെ വെച്ചാണ് ഇവരുടെ വീടിൻ്റെ കാര്യം കറക്റ്റ് ഇവന്മാർ ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ചൊരു പ്ലാൻ ഉണ്ടാക്കണം. അങ്ങനെ ഇവളെ കണ്ടിഷ്ടപ്പെട്ട് ഡേറ്റിന് വിളിക്കുമ്പോൾ ഇവള് നൈസായിട്ടല്ല, ഇവളെ കുറച്ച് വേർഡ്സ് ഉള്ള വായെന്ന് അറിയാതെ വരും. അപ്പോൾ ഇവൻ പറയും, ഞാൻ ഇതിന് മുമ്പ് ഈ വേർഡ് ഒരുത്തൻ്റെ വായിലേക്ക് ഇട്ടുള്ളൂ, അവനെ ഞാൻ കൊന്നിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇവൻ കണ്ടുപിടിക്കുന്നത്. അപ്പം തന്നെ ഇവളെ വഷളമായിരിക്കാനായിട്ട് പെട്ടെന്ന് ഇവന്മാരൊക്കെ വന്ന് നിന്നെ ഞാൻ കൂട്ടുകൂടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അങ്ങനെയാണ് അവൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ
സംഭവം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇവൻ്റെ ബാക്കിലാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവന് പിന്നെ പേടിയായി. ഇവൻ പിന്നെ പേടിച്ച് തൂറി അവിടെ കിടന്നു. പെട്ടെന്ന് തന്നെ എന്ത് ഈ ഗോൾഡെല്ലാം ഏത് ന്യൂ മെക്സിക്കോലെ എവിടെയോ മാറ്റാൻ വേണ്ടിയിട്ട് ഇവൻ പ്ലാൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ വിചാരിക്കും വീട്ടിൻ്റെ അകത്ത് പോയി എടുക്കണം നടക്കണം, നമുക്ക് പുതിയൊരു പ്ലാൻ വേണ്ടതെന്ന് ഇവർ വിചാരിക്കും. അപ്പോഴെന്ത് ചെയ്യും, അപ്പോഴാണ് ഇവൻ പറയും, നമ്മുടെ മാർക്ക് വാൽ പറയും, ശരി വരട്ട് കാണിച്ചു തരാമെന്ന്. എന്തോ കാണിച്ചു തരാം? ഇവൻ പറയും, ഇറ്റാലിയൻ ജോബ് ഞാൻ കാണിച്ചു തരാം. ഇറ്റാലിയൻ ജോബ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഇറ്റാലിയൻ ജോബിൻ്റെ ആ വെനിസിൽ ഇറ്റലിയിൽ പോയിട്ട് ഇവന്മാർ അടിച്ചു മാറ്റണത്. അതായത് റൂമിൻ്റെ കറക്റ്റ് വിസ്തീർണം വെച്ചിട്ട് ബോംബ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ പൊട്ടിക്കുമ്പോഴേക്കും സേഫ് താഴെ പോകും. താഴെ പോയി ഈ വെനിസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളത്തിൻ്റെ പുറത്താണല്ലോ ഈ വീടുകളും ഈ കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ പോയി താഴെ അങ്ങ് വെള്ളത്തിൻ്റെ അകത്ത് വീഴും. കാണിച്ചോ 2-3 നിലവന്മാർ പൊട്ടിക്കും. ഓക്കെ, അങ്ങനെ ഒറ്റ ഇതിലാണെന്ന് പറയും, സ്ക്രൂ എന്നൊക്കെ പറയും, ഇത് സേഫ് വന്ന് താഴെ വീണത്. അതുപോലത്തെ ഒരു പ്ലാനാണ് ഇവന്മാർ ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സേഫ് ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ അത് കിട്ടുന്ന സീൻസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 3 ആർമറാണ് ഇതിൽ കൊണ്ടുപോകണം. കാരണം വെച്ചാൽ ഇവന്മാരെ തെറ്റിക്കാൻ വേണ്ടി, വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴിവൻ പറയും, ഇതിൻ്റെ അകത്തൊരു സീനുണ്ട്, ഇവന്മാർ പറയും, എടാ നീ വണ്ടിയുടെ എന്താ പറയുക ടയറിൻ്റെ സൈസ് നോക്കാൻ പറയും. ടയറിൻ്റെ ഈ വണ്ടിയുടെ ഈ ബോഡിയുടെ സൈസ് നോക്കാൻ പറയും. ഏതാണോ താന്നിരിക്കുന്നത് അതിലായിരിക്കും സേഫ്. ബാക്കിയുള്ളതെല്ലാം ഇപ്പം നോക്കാം 20 ഇഞ്ചാണ്, മറ്റത് 20 ഇഞ്ച് ടയർ നോക്കും. ഒരു വണ്ടിയുടെ ടയർ മാത്രം 16 ഇഞ്ച്, മറ്റേ ബോഡിയും ടയറിനുള്ള വ്യത്യാസം 16 ഇഞ്ച് എന്തോ കാണും. അപ്പോൾ തന്നെ പറയും അതിൻ്റെ അകത്താണ് സേഫ്. കാരണം വെച്ചാൽ വെയിറ്റ് കൂടുമ്പോൾ വണ്ടി താഴില്ലേ, അങ്ങനെയാണ് ഇവന്മാർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ കയറി ലാസ്റ്റ് എന്ത് ചെയ്യും, ഇവനെ പൂട്ടിയിട്ട് ഈ ചെറുക്കൻ ഈ കള്ളനുണ്ടല്ലോ ഇതിൽ കള്ളൻ, അത് എഡ്വേർഡ് നോട്ടൻ. ഇവൻ വന്ന് വേറൊരു ഇറ്റാലിയക്കാരനെ കൊല്ലും. അവനാണെങ്കിൽ വേറൊരു മാഫിയുടെ എന്തോ കസിനാണ്. അങ്ങനെ ലാസ്റ്റ് ഇവന്മാരൊക്കെ എന്താ പറയുക ടൈപ്പ് ചെയ്ത് ഞാൻ ഇവനൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അവനെയൊക്കെ കൊണ്ട് പൂട്ടി. ലാസ്റ്റ് ഇവനെ പൂട്ടും, 1.5 പൂട്ടിൽ പൂട്ടും. പിന്നെ ഈ കാറിൻ്റെയൊക്കെ ചേസ് സീൻസ് ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ GTA ആയിട്ട് കമ്പാരിസൺ ഉണ്ടെന്ന്. അപ്പോൾ GTA ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയുടെ കമ്പാരിസൺ വെച്ച് വേറൊരു കമ്പാരിസൺ ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള ട്രാഫിക് ലൈറ്റ്സ്. ഇതിൻ്റെ അകത്ത് ട്രാഫിക് ലൈറ്റ്സ് നിങ്ങൾക്കറിയാലോ, മെയ്വെതറിൻ്റെ ഒരു മിഷൻ വരുമ്പോഴേക്കും നമ്മൾ ട്രാഫിക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും പറയുമല്ലോ, എപ്പോഴും പറയുന്നല്ല, GTAയിലൊരു മിഷനുണ്ട് മെയ്വെതറിൻ്റെ വെച്ചാൽ കാർ ട്രാഫിക് ലൈറ്റും എനിക്ക് തോന്നുന്നു ട്രെവറുമായിട്ട് വരുമ്പോൾ എന്തോ ട്രാഫിക് ലൈറ്റും തിരിച്ചുവിടാൻ എങ്ങാണ്ടാ പറയും. തിരിച്ചുവിടാനൊരു മിഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്, സെയിം അതുപോലത്തെ ഒരു മിഷൻ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം വെച്ചാൽ ഈ ട്രാഫിക് ലൈറ്റ് വെച്ച് എന്ത് ഇവന്മാർ വഴി തിരിച്ചുവിടും. ഈ ഗോൾഡ് കൊണ്ടുപോകണം ഈ ആർമറായിട്ടൊരു ഈ പെട്ടിയോട്ടോ അല്ല, വലിയൊരു എന്താ പറയുക ആർമറിൽ വെഹിക്കിളാണ്. അപ്പോൾ ഇങ്ങനെ ട്രാഫിക് തിരിച്ചു വിടുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും മച്ചാൻ സീൻ സാധനമാണ്. ഓക്കെ, ഞാൻ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയണം അല്ലേ നിങ്ങളുടെ അടുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സൈറ്റഡ് ആയിട്ട് പറയാമെന്ന് വെച്ചാൽ ഇത് പണ്ട് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ TV-യിൽ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. TV-യിൽ ഒരുപാട് തവണ കണ്ടപ്പോൾ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ SIP ഇതുപോലത്തെ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്കാണ് ഈ വാക്കുകളൊക്കെ എന്താ പറയുക കൂടുതൽ കേട്ടു തുടങ്ങി. ഞാൻ ഇത് ഈ ഇടയ്ക്കാണ് ശ്രദ്ധിച്ചത്, ഈ സിനിമ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ വാക്കുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, കൊള്ളാമല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈ ഇടയ്ക്കായിരിക്കും വന്നതെന്ന്. ഇപ്പോൾ 2003 സമയത്തും ഇതൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എന്താ പറയും, ആ ടൈമിലും ഈ SIP മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. എൻ്റെ പൊന്നാട ഉവയുടെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ സീൻ വേറെയാണ്. ഈ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ 1700 വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് ഈ SIP മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് പോകുന്നുണ്ട് പല ബാങ്ക് സിസ്റ്റത്തിലും. നമ്മളാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതൊക്കെ പണ്ടേ ഉള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി പോകുമ്പോൾ ഇതൊക്കെ പണ്ടേ ഉള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഇൻ്റർനെറ്റ് മാത്രമായിരിക്കും എന്താ പറയുക ഈ ഇടയ്ക്ക് വന്നത്. പക്ഷേ ഈ ബാങ്കിങ് സിസ്റ്റമൊക്കെ നമ്മൾ കാണുന്ന പല ബാങ്കിങ് സിസ്റ്റവും എന്താ പറയുക 100-300 വർഷങ്ങൾക്ക് മുമ്പും അതുപോലെ തന്നെ റോമൻസിൻ്റെ കാലഘട്ടം തൊട്ടും ഉണ്ട്. ഓക്കെ, ബാങ്കിങ് സിസ്റ്റം പലതും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഈ ഒരു വേർഡ് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഈ ഇടയ്ക്കായിരിക്കും വന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്യപ്പോഴാണെന്ന് പറയാം സംഭവം ഇപ്പോഴല്ല പണ്ടേ ഉള്ള സാധനമാണെന്ന്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ GTAയുടെ പല മിഷൻസുമായിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ തോന്നും. പിന്നെ ഒരു ആക്ഷൻ പീക്ഡ് സാധനം 1 മണിക്കൂർ 56 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടോ ഒരിക്കലും എന്ന് പറയാം. ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അയ്യോ ഇതെങ്ങനെ നമ്മൾ മിസ്സാക്കിയെന്ന്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഈ ജെയ്സൺ സ്റ്റാറ്റത്തിന് കുറച്ചുകൂടെ ഒരു റോള് കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓബിയസ്ലി എന്ന് പറഞ്ഞാൽ ഇത് മാർക്ക് വാർബർഗിൻ്റെ പടമാണ്. പിന്നെ നമ്മുടെ ജെയ്സൺ സ്റ്റാറ്റം എന്ന് പറഞ്ഞാൽ ഇത് എമർജിങ് ക്യാരക്ടറായിരുന്നു. ഓക്കെ, ജെയ്സൺ സ്റ്റാറ്റം എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ഈ ട്രാൻസ്പോർട്ടറൊക്കെ വന്ന് എന്താ പറയും
വളർന്ന് വരുന്ന ഒരു എന്താ പറയുക ഒരു ബിഗ് നെയിം പ്ലെയറാണ്. പക്ഷേ ഇത്തവണ ആയിരുന്നെങ്കിൽ ഇറ്റാലിയൻ ജോബ് ഈ സമയത്ത് ഇറങ്ങിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജെയ്സൺ സ്റ്റാറ്റത്തിന് ചെറിയൊരു ഫൈറ്റ് സീനെങ്കിലും എന്ന് പറയും കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് 2003 ആയതുകൊണ്ടാണ്. അപ്പോഴൊക്കെ ഇവൻ വളർന്നു വരുന്ന പ്രായമല്ലേ, പക്ഷേ വളർന്നു വരുന്ന ഇൻഡസ്ട്രിയിൽ പച്ച പിടിച്ച് കയറി വരുന്നതാണ്. അപ്പോഴതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവനൊരു ഫൈറ്റ് സീൻ കൊടുക്കാത്തത്. ഫൈറ്റ് സീക്വൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഹൈസ്റ്റ് ആക്ഷൻ സിനിമയ്ക്ക് എന്താ പറയുക ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ജെയ്സൺ സ്റ്റാറ്റത്തിന് കുറച്ചും കൂടെ റോൾ കൊടുക്കേണ്ടിയിരുന്നു എന്ന്. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് തോന്നും കൊടുക്കേണ്ടിയിരുന്നു എന്ന്, പക്ഷേ ആ ടൈമിൽ അത് തോന്നത്തില്ല. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മൊത്തം വിശേഷവും സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ പറയാനുള്ള മാക്സിമം കാര്യങ്ങളെന്ന് പറയാം ഞാൻ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മാർക്ക് വാൽബർഗിൻ്റെ പടം, അപ്പോൾ എല്ലാ പോയിന്റും ഞാൻ ക്ലിയർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ പറയുക പോയി കാണുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇറ്റാലിയൻ ജോബ് 2003 പടം. ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, ആപ്പിൾ TV, ആ TV എല്ലായിടത്തും എന്താ പറയുക ഇത് അവൈലബിൾ ആണ്. വൺ ഓഫ് ദ ക്ലാസിക് മൂവി ഇറ്റാലിയൻ ജോബ് 2003. ഓക്കെ, 1969 കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ പറയുക ബ്രിട്ടീഷ് പടമാണ്. 69 മറ്റേ നമ്മുടെ ആൽഫ്രഡ് ആയിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ആ സിനിമയാണ്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം. കാരണം അതും ഒരു ക്വാളിറ്റി മൂവിയാണ്. ഓക്കെ, അത് കൂടുതലും ഇറ്റലിയിൽ ബേസ്ഡ് ആണെന്ന് പറയുന്നത് ഇത് കാണിക്കുന്നത്, അത് സിനിമ പോകുന്നത്. ഇത് ഫുൾ എന്താ പറയുക ഈ ലോസ് ഏഞ്ചൽസ്, ഇറ്റാലിയയിലെ ജോബ് കഴിഞ്ഞ ശേഷം ലോസ് ഏഞ്ചൽസ്, അതായത് ലോസ് സാൻഡോസ് എന്ന് പറഞ്ഞ് GTA കാര്യം പറഞ്ഞു. ഓക്കെ, ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം. 69 കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കാണാം. കാരണം അതിലും മിനി കൂപ്പറും കറക്റ്റ് എന്താ പറയുക സിനിമാറ്റോഗ്രാഫി എല്ലാം കിട്ടുവാണ്. പക്ഷേ 2003 ഞാൻ കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പോയി കാണുക. എല്ലായിടത്തും പ്ലാറ്റ്ഫോമെല്ലാം ഞങ്ങൾ പറഞ്ഞു തന്നിട്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാൻ തുടങ്ങിയ സേവൻ ഗൈസ് എന്ന് പറയാം. പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.